പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി ഇന്ന് തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോരോ പ്രാക്ടിക്കൽ എക്സാം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡോക്ടർ തീസിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരുടെ ഗൈഡുമാരിൽ നിന്ന് അവർക്ക് വേണ്ടത്ര സഹകരണം കിട്ടാത്തവരുണ്ട്.
ഈശോയെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുണ്ട്, അവർക്ക് എന്തെങ്കിലും ജോലി കിട്ടണ ഒരു ചാകര സമയമാണിത്. ഇതുവരെയൊക്കെ ഒരു ജോലി കിട്ടിയതായിട്ട് അറിഞ്ഞിട്ടില്ല ഈശോയെ. കടങ്ങൾ മാത്രം ബാക്കിയായിട്ട് മക്കൾ വിഷമിക്കുന്നുണ്ട്. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പോകുന്നവർ വെറും കൈയോടെ വരുന്നതും കാണുന്നുണ്ട്. ഈശോയെ, എല്ലാവരുടെയും കടങ്ങളെ പരിഹരിക്കാൻ വേണ്ടി മാത്രം കടലിൽ നീ അനുഗ്രഹിക്കണം കർത്താവ്. കാർഷിക മേഖലകളിൽ പ്രവർത്തിച്ചിട്ട് കർത്താവെ, അതുകൊണ്ട് വേണ്ടത്ര വരുമാനമോ അതിൻ്റെ തൊഴിൽക്കൂലികൾ കൂടുകയും അതിൻ്റെ വരുമാനത്തിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് നമുക്ക് വിറ്റ് വരവ് കുറയുകയും ചെയ്യുന്ന അവസ്ഥയിൽ എങ്ങനെ ജീവിക്കും? സ്ഥലം വിറ്റ് കളഞ്ഞാലോ, റബ്ബർ തോട്ടമോ ഏലത്തോട്ടമൊക്കെ വിറ്റ് കളഞ്ഞാലോ അത് നോക്കി നടത്താൻ ആളിലൊന്ന് ഓർത്ത് വിചാരിച്ചിട്ട് സ്ഥലം വിൽക്കാൻ നടക്കുന്നവരുണ്ട്. ആ ഉള്ള സ്ഥലത്ത് നിന്ന് വേണ്ടത്ര വരുമാനം കിട്ടാത്തവരുണ്ട്. ഈശോയെ, പല തലത്തിൽ വിഷമിക്കുന്ന അനുഭവിക്കുന്ന ഹെൽപ്പ് ദോസ് ഹു ആർ ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. കർത്താവെ, അത് നിൻ്റെ പരിഗണനയിലുള്ള വിഷയമാണ്. കർത്താവെ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് സാധാരണ കൃപാസനത്തിലെ പല ക്രിസ്ത്യൻ സാക്ഷ്യങ്ങളെക്കാളും ഉന്നതമായ ഗുണനിലവാരം പുലർത്തുന്ന നോൺ ക്രിസ്ത്യൻസിൻ്റെ സാക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ കേൾക്കും, നമുക്ക് തോന്നും, ദൈവമേ, ഇവർക്കൊക്കെ ഇത് എങ്ങനെ സാധിക്കുന്നെന്ന് തോന്നും. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാരണം, ഈ ക്രിസ്ത്യൻസ് ഈ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ അവർ ദൈവബന്ധങ്ങൾക്ക് ഒത്തിരിയേറെ ഉടമ്പടിയേതര മാർഗങ്ങൾ, നൊവേന പോലെയുള്ള അല്ലെങ്കിൽ തീർത്ഥയാത്ര പോലെയുള്ള പലതരത്തിൽ ദൈവത്തോട് ഇടപഴകാൻ പറ്റുന്ന രീതിയിലുള്ള പ്രാർത്ഥനാ രീതികൾ അവരുടെ കയ്യിലുണ്ട്. അപ്പം അവർ അങ്ങനെ പലതും അവർ അനുഷ്ഠിക്കും. തീർത്ഥയാത്ര, അതുപോലെ തന്നെ ജപമാല പ്രാർത്ഥന, നൊവേന പ്രാർത്ഥന, കർണക്കൊന്ത, ഇങ്ങനെ പല കാര്യങ്ങളും അവർ അനുഷ്ഠിക്കും. എന്നിട്ട് അതിൽ ഒരു കാര്യമായിട്ട് ഉടമ്പടി എടുക്കും. നിങ്ങൾ ഈ ജന്മത്ത് ഉടമ്പടിയുടെ യാതൊരു അനുഗ്രഹങ്ങൾക്കും അവകാശമാക്കാൻ പോണില്ല. എന്താ കാര്യം? നിങ്ങൾ ഉടമ്പടിയിലല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ഉടമ്പടിയിലായിട്ടുള്ള വ്യക്തി ഇപ്പോൾ ഒരാളെ ഉറക്കത്തിൽ വിളിച്ചാലും അയാൾ ആദ്യം ചിന്തിക്കണം, അയ്യോ ഞാൻ ഉടമ്പടിയിലാണല്ലോ എന്നാണ്. ചിലർക്ക് ഭയങ്കര സന്തോഷമാണ് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം. ചില ആൾക്കാർക്ക് ഉടമ്പടി എടുക്കുന്നത്, മറ്റുള്ളവരൊക്കെ ഉടമ്പടി എടുക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ എങ്ങാനും പഠിക്കൽ ബിരിയാണി വിളമ്പിയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്കെങ്ങനെ അനുഗ്രഹം കിട്ടുമ്പോൾ നമുക്ക് ഉറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇനി അത് എടുത്തില്ലെങ്കിൽ വേണ്ട, ഇനി ഉടമ്പടി എടുത്തില്ലെന്ന് വേണ്ട, ഇനി അതും എടുത്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചുമ്മാ കയറി ഉടമ്പടി എടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഓരോരോ സാഹചര്യത്തിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉടമ്പടി എടുത്താൽ ഒരിക്കലും ഉടമ്പടി അതിൻ്റെ ക്ലച്ച് കിട്ടത്തില്ല. അതിൻ്റെ കാരണം നിങ്ങൾ ഉടമ്പടിക്ക് വേണ്ടിയല്ല ഉടമ്പടി എടുക്കണത്, വേറെ എന്തിനു വേണ്ടിയാണ്? ഉടമ്പടിക്ക് വേണ്ടി ഇപ്പം ചില ആൾക്കാർക്ക് യാതൊരുവിധ ഇൻറ്റൻഷനും ഇല്ല. അവരോട് ചോദിക്കാൻ നമ്മൾ ഉടമ്പടി എടുക്കുന്നത് എന്തിനാണ്? ആ ഉടമ്പടിയിൽ വെച്ചാൽ ദൈവമായിട്ട് അടുത്ത് ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറയും. അപ്പം ആ ഉടമ്പടി തന്നെ അവർ വളരെ ഹാപ്പിയാണ്. ഉടമ്പടി തന്നെ ഒരാൾ ഹാപ്പി ആണെങ്കിൽ അയാൾ വല്ലാത്ത ഹാർവസ്റ്റിങ് നടത്തും. കാര്യം എന്താണ്? ഉടമ്പടിയിൽ തന്നെ അയാൾ ഹാപ്പി ആണെങ്കിൽ ദൈവത്തിൽ ഹാപ്പി ആണെന്ന് അതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മുടെ ഒരു വചനം വായിച്ചിട്ടില്ലേ, കർത്താവിൽ വിശ്വസിക്കാൻ കഴിഞ്ഞതിൽ
സന്തോഷിച്ചുകൊണ്ട് അവരും കുടുംബവും സന്തോഷിച്ചു വന്നു. അപ്പോസ്തല പ്രവർത്തനം 16:34. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. അതാണ് കറക്റ്റ് ആനന്ദം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജോലി കിട്ടിയത് കൊണ്ടോ ദൈവത്തിൽ നിന്ന് മക്കള് ജനിച്ചത് കൊണ്ടോ വീട് വെച്ചത് കൊണ്ടോ ഒന്നുമല്ല. സുവിശേഷത്തിലെ കറക്റ്റ് ആനന്ദം എന്ന് പറയുന്നത് അതാണ്. എന്താണ്? ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞത് അയാളും കുടുംബം. പാറാവുകാരനെ കുറിച്ച് പറയണേ, പാറാവുകാരനും കുടുംബവും സന്തോഷിച്ചു എന്ന്. എൻ്റെ മക്കളെ, ഈ സന്തോഷത്തിലേക്ക് വരണം. ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ നീ നിൻ്റെ കുടുംബവും സന്തോഷം ഉണ്ടാകണം. ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ നീയും കുടുംബവും സന്തോഷം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിൻ്റെ സന്തോഷത്തിന് ഒരു കാലത്തും കുറവ് വരത്തില്ല. കാര്യം എന്താ? നിൻ്റെ സന്തോഷത്തിൻ്റെ ആസ്പദം ദൈവത്തിൻ്റെ ആനുകൂല്യമല്ല, ദൈവം തന്നെയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എല്ലാവർക്കും നമസ്കാരം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അഭിജിത് കൃഷ്ണൻ എന്നാണ്. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു 24 രൂപ പോയിൻ്റ് അകലെയാണ് എൻ്റെ വീട്. ഞാനൊരു അക്രൈസ്തവനാണ്. ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആദ്യമായിട്ട് ഞാനിവിടെ വരുന്നത് 2019 അതിനുശേഷം ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത് 22/12/2022 ഇന്ന് ഞാൻ സാക്ഷ്യം പറയുന്ന ഡേറ്റ് 26/6/2026 എൻ്റെ ജീവിതത്തിൽ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് ഒരു അനുഗ്രഹത്തിൻ്റെ ലെവലിലുള്ള ഒരു സാക്ഷ്യമാണ്. ഇനി എനിക്കൊരു സാക്ഷ്യം കൂടി പറയാനുണ്ട്. കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സെമസ്റ്റർ എക്സാം, പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സമയത്ത് ഓട്ടോമൊബൈലിൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുക. ആ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് വയ്യാണ്ടിരിക്കുകയാണ്, എനിക്ക് കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വയ്യാണ്ടിരിക്കുക. ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ പോവുക, മരുന്ന് കഴിക്കുക, ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ എക്സാം വരുന്നത്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇതൊരു പ്രാക്ടിക്കൽ എക്സാമാണ്, മെക്കാനിക്കലാണ് പഠിക്കുന്നത്, എന്താണെങ്കിലും നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ എനിക്ക് വയ്യാത്ത കാരണം കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. 7 എക്സ്പെരിമെൻറ്റുകളുണ്ട്. അതിലേതെങ്കിലും 5 നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. 5 ഏതാണോ കിട്ടുന്നത് അത് നമ്മൾ ചെയ്യണം. അപ്പോൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ അവിടെ കുറേ പേപ്പറുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു പേപ്പറിൽ നിന്ന് നമ്മൾ എടുക്കണം. പേപ്പറിലുള്ള എന്താണോ അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അമ്മയോട് തലേ ദിവസം തന്നെ അമ്മയോട് പറഞ്ഞു, രാത്രിയിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ചെല്ലുമ്പോഴത്തേക്കും 2ാമത്തെ പേപ്പറേ ഞാൻ എടുക്കുകയുള്ളൂ, 2ാമത്തെ പേപ്പറിൽ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം ഉണ്ടാകണം. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് 2ാമത്തെ പേപ്പർ കിട്ടി. എന്താ കിട്ടിയെന്നറിയോ? എൻജിൻ. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പാടുള്ള സംഭവമാണ്. 7 കോമ്പോണൻസ് വരെ നമ്മൾ ബുക്കിൽ വരയ്ക്കണം, എക്സാം പേപ്പറിൽ വരച്ചു കൊടുക്കണം. അങ്ങനെ എല്ലാവരും എക്സാമൊക്കെ എഴുതാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഞാനിരുന്ന് വരക്കില്ല, ഞാൻ മാത്രം കഴിഞ്ഞിട്ടില്ല, ബാക്കി എല്ലാവരും പോയി. ഈ വയ്യാണ്ട് വെച്ചുകൊണ്ട് ആരോടും പറഞ്ഞിട്ടില്ല, വയ്യാന്നുള്ള കാര്യം പറയാണ്ടാണ് ഈ എക്സാം ഇരുന്ന് എഴുതുന്നത്. എഴുതി കഴിഞ്ഞ് ഒരു സാറ് വന്നിട്ട് ഈ പേപ്പറെല്ലാം വാങ്ങിച്ചുകൊണ്ട് വേറൊരു സാറിനോട് കൊടുത്തിട്ട് പറഞ്ഞത്, നമുക്ക് ഇവനെല്ലാം അങ്ങോട്ടേക്ക് വിടാം. കാരണം അവിടെ 2 എഞ്ചിനുകൾ ഇരിപ്പുണ്ട്. ഒരു എഞ്ചിൻ നല്ല ഭംഗിയുള്ള സിൽവർ പെയിൻ്റ് അടിച്ചാൽ കണ്ടാൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ തോന്നും. അത്ര നല്ല ഭംഗിയുള്ള ഒരു എഞ്ചിൻ അവിടെ ഇരിപ്പുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു വൃത്തികെട്ട കാണാനൊന്നും കൊള്ളില്ലാത്ത, വഴുക്കൊക്കെ പിടിച്ച് എണ്ണയൊക്കെ ഒഴിച്ചൊക്കെ ഇരിക്കുന്ന ഒരു കാണാനൊന്നും കൊള്ളില്ലാത്ത ഒരു എഞ്ചിൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു സാറ് പറഞ്ഞു, ഇവനെ നമുക്കൊണ്ട് ഒരു പിസ്റ്റൺ അഴിപ്പിക്കാം അതെന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമേ എഞ്ചിൻ കിട്ടിയിട്ടുള്ളൂ. ഇത്രയും പാടുള്ള സാധനം എനിക്ക് മാത്രമേ കിട്ടിയത്. എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്കറിയാം, എഴുതാൻ മാത്രമേ അറിയുള്ളൂ, ചെയ്യാൻ എനിക്ക് എന്നെക്കൊണ്ട് പറ്റില്ല. കാരണം ഈ വയ്യാണ്ടിരിക്കുന്ന ഞാൻ അതിനകത്തു നിന്ന് ഒരു പിസ്റ്റൺ അഴിച്ച് കാണിച്ചാൽ മതി. ഒരു മെക്കാനിക്കലായിട്ടുള്ള ഞാൻ, നിനക്ക് പിസ്റ്റൺ അടിക്കാൻ അറിയാൻ പാടില്ലടാന്ന് ചിലപ്പോൾ ചോദിക്കാം. അറിയാം, പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഞാൻ നോട്ട് ബൈ മെറിറ്റാണ് നിൽക്കുന്നതിനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ സാറ് പറഞ്ഞ ആ എഞ്ചിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ പിസ്റ്റൺ അഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന്, ടൂൾസ് ഒന്നും ഇല്ലാണ്ട് വാതിക്കെ പോയി ഇങ്ങനെ നിൽക്കുക. എഞ്ചിൻ ഇരിപ്പുണ്ട്, അഴുക്കൊക്കെ പിടിച്ച ഒരു എഞ്ചിൻ ഇരിപ്പുണ്ട്. അപ്പോൾ തൊട്ട് സൈഡിൽ എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന വിധത്തിന് അവിടെ ഇരുന്ന് ഡിഫറൻഷ്യൽ ഇരുന്ന് അഴിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ഇഷ്ടം പോലെ ടൂൾസ് ഉണ്ട്. ഞാൻ ചോദിച്ചൂടാ, എനിക്കൊരു ടൂൾ തരാമോ? പിന്നെ ഇതൊന്നും ഞാൻ നിനക്കൊന്നും തരത്തൊന്നുമില്ല, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ പോയി സാറിനോട് ചോദിക്കണം, ഇത് എൻ്റെ ടൂളാണെന്ന് പറഞ്ഞ് എല്ലാം വാരി വെച്ചുകൊണ്ട് അവിടെ ഇരുന്ന് അടിക്കുന്നുണ്ട്. ഒന്നുമില്ലാണ്ട് ആ എഞ്ചിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുക. ഞാൻ എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ എന്താ ചെയ്യേണ്ടത്? സമയം പോയിക്കൊണ്ടിരിക്കുന്നു, ഇത് ഞാൻ എങ്ങനെ അഴിക്കാനാണ്? ഞാൻ ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്, ഒന്ന് തിരിഞ്ഞൊന്ന് കിട്ടുമോ? ഈ ക്രാങ്ക് ഷാഫ് ഇതൊക്കെ ഒന്ന് വരണ്ടേ, ഒരു പിസ്റ്റണെങ്കിലും ഒന്ന് പുറത്തോട്ട് വരണ്ടേ? മാക്സിമം പറ്റാവുന്ന പോട്ടിൽ ഞാൻ നോക്കുന്നുണ്ട്, ഒന്നും കറങ്ങിപ്പോലും വരുന്നില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞ് ആ മെഷീനിൽ ഞാനിങ്ങനെ കൈവച്ചതേ ഉള്ളൂ. ആ 2ാമത്തെ പിസ്റ്റണിൽ നിന്ന്
ആ ബോറിനകത്ത് നിന്ന് ആ പിസ്റ്റൺ എല്ലാം കൂടെ ആ കണക്റ്റിംഗ് റോഡും എല്ലാം കൂടെ പുറത്തോട്ട് വന്ന് വീണ് അതിനകത്ത് ബെയറിങ്ങുകളും സാധനങ്ങളും എല്ലാം കൂടെ ആ ഡെസ്കിലേക്ക് വന്ന് വീണ്. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. പിസ്റ്റൺ തന്നെ അഴിഞ്ഞ് ആ പിസ്റ്റൺ എടുത്ത് ഞാൻ ബെയറിംഗ് ഉണ്ട് ഇതെന്താ ഇങ്ങനെ എന്നും പറഞ്ഞിങ്ങനെ നോക്കുമ്പോൾ സാറ് പറയും ഇതെന്താ ഇത്. ഞാൻ പറഞ്ഞു ഇത് സാറേ പിസ്റ്റൺ, ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്, എയർ ഫ്യൂറിലെ മിസ്റ്ററിനെ കംപ്രഷൻ ചെയ്യും, വെച്ചിട്ട് പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ബാക്കി പുറകെ ഉള്ളവരൊക്കെ പേപ്പർ എടുത്തിട്ട് നിൽക്കുക വരാൻ വേണ്ടി. അപ്പോൾ ഞാൻ കണ്ടു ഒരുത്തൻ അടുത്തവൻ എഞ്ചിനാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എടാ ഞാൻ ഇതിവിടെ തരികി കയറ്റി വെക്കുന്നുണ്ട്, നീ വന്നിട്ട് അഴിച്ചോ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ അവിടുന്ന് കൈയൊക്കെ കഴുകി തിരിച്ച് വന്നപ്പോഴത്തേക്കും അവൻ ആ എഞ്ചിനല്ല കിട്ടിയത്, ആ സിൽവർ കളറുള്ള എഞ്ചിനെന്ന് പറഞ്ഞില്ലേ, ഭംഗിയുള്ള എഞ്ചിൻ ഇട്ട് അഴിക്കുക. എത്ര അഴിച്ചിട്ട് അവൻ എന്നോട് പറഞ്ഞത് ഇതാണ്, എടാ ഞാനൊരു 10-15 മിനിറ്റോളം എടുത്ത് അതൊന്ന് അഴിച്ച് കിട്ടാൻ വേണ്ടി, എത്ര നോക്കിയിട്ടും ആ എഞ്ചിൻ അഴിയുന്നില്ല. ഞാൻ പറഞ്ഞു, എടാ ഞാനൊന്നും ചെയ്തില്ല, എനിക്ക് എൻ്റെ കഴിവ് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ആ പിസ്റ്റൺ അഴിഞ്ഞ് കിട്ടി. ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ടെന്നല്ലാണ്ട് എനിക്കിതിലൊന്നും പറയാനില്ല. എൻ്റെ കഴിവ് കൊണ്ടല്ല, ഞാനതെൻ്റെ കണ്ണുകൊണ്ട് കണ്ടൊരു കാര്യമാണ്. ആ പിസ്റ്റൺ തന്നെ അഴിഞ്ഞ് വന്നതാണ്. ഞാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും ഒന്നും എൻ്റെ കഴിവ് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എൻ്റെ ജീവിതത്തിലുണ്ടായത്. 2 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ കോളേജിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ ചേട്ടൻ എക്സാം എഴുതിയായിരുന്നു ഓട്ടോമൊബൈലിൽ. ഞാൻ പറഞ്ഞു, എഴുതി എന്താ? ചേട്ടൻ എഴുതിയ എക്സാമാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സാറുമാർ കൊണ്ടുവന്ന് വെച്ച് പഠിപ്പിക്കുന്നതെന്ന്. ഇതിൽ കൂടുതൽ എന്ത് കിട്ടാനാ? ഇന്നേ വരെയും ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ ഒരാളായ എക്സാം എഴുതിയിട്ടില്ല. അത്രയും വൃത്തിയായിട്ട് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരാളായ ഞാൻ എന്നെപ്പോലെ അങ്ങനെ ഒരാളായ എക്സാം എഴുതിയിട്ടില്ല. ഇതിൽ കൂടുതൽ ദൈവത്തിന് ഞാൻ എന്ത് നന്ദി പറയാനാണ്? രണ്ടാമത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം, 10 വർഷത്തിന് മേളിലായിട്ട് എൻ്റെ ശരീരത്തിൽ എൻ്റെ തുടയുടെ ഇടുക്കുകളിലും ദേഹത്തും ഒക്കെ ആയിട്ട് ഒരുപാട് പാടുകൾ റൗണ്ട് ഷേപ്പിലൊക്കെ ആയിട്ട് ഉണ്ടാകുമായിരുന്നു. കുളിക്കുന്ന സമയത്ത് ഇത് മാഞ്ഞു പോകും, കാണത്തില്ല. വിയർത്ത് കഴിഞ്ഞാൽ ഒരു ഗ്രേയിഷ് കളറാകും. നമ്മൾ ശരിക്കും ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ ചുരണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് കൂടുതലും ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ യാത്രകൾ പോകുമ്പോൾ അവിടെ ചെന്ന് ബാത്റൂമിലേക്ക് കയറി അത്ര കറപ്പ് തോന്നിപ്പോവും. അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. 10 വർഷത്തിന് മേളിലായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് തരത്തിലുള്ള മരുന്നുകൾ, ക്ലോട്രിമോസിൽ അങ്ങനെ എന്തൊക്കെയാണ് ആ മരുന്നിൻ്റെ പേര്, ഒരുപാട് പല കൂടിയത് വീര്യം കുറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് മരുന്നുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെയും അതിനുള്ള ഒരു ഫലം ഉണ്ടായിട്ടില്ല. ഞാൻ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി തൈലം എപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എനിക്കിപ്പോൾ അങ്ങനെ ഒരു പാട് പോലുമില്ല. ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. വളരെ ചുരുക്കി പെട്ടെന്ന് തന്നെ ഞാൻ പറയാം. എനിക്ക് കുറച്ച് പൈസ ഞാൻ ഒരാൾക്ക് കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പൈസ കിട്ടാൻ വേണ്ടി ആർക്കും ആ പൈസ തിരിച്ച് കിട്ടിയിട്ടില്ല. അവർ ആരുടെയെല്ലാം കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ടോ അവർക്കൊന്നും പൈസ തിരിച്ച് കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് ആ പൈസ ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് തിരിച്ച് കിട്ടി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു 1.5 മാസത്തോളമായിട്ട് എനിക്ക് അവിടുത്തെ സാലറി കിട്ടുന്നുണ്ടായിരുന്നില്ല. സാലറി കിട്ടാണ്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അങ്ങനെ ഈ സാലറിയുടെ കാര്യത്തിന് ഞാൻ എന്ത് ചെയ്യും എൻ്റെ ദൈവമേ? ഡിസംബർ മാസം കഴിയുമ്പോഴത്തേക്കും അവർ പൂട്ടിക്കെട്ടി പോകും. ഡിസംബർ മാസം കഴിഞ്ഞിട്ടും സാലറി കിട്ടാത്ത സാഹചര്യം ആയപ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ അറിഞ്ഞു, പ്രശ്നമായി. എങ്ങനെയെങ്കിലും പോയി സാലറി വാങ്ങിക്കണം. പക്ഷേ അവരുണ്ടോ, കമ്പനിയിലുണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. ഞാൻ ഇത്ര മാത്രമേ ചെയ്തുള്ളൂ. വീട്ടിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പോഴത്തേക്കും അച്ഛൻ ആ ധ്യാനത്തിൽ പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് വായിക്കണം. അതിലെന്താണോ എഴുതിയിട്ടുള്ളത് അത് നിങ്ങളോട് ദൈവം സംസാരിക്കുന്നതാണെന്ന്. ഒന്നും നോക്കില്ല. അച്ഛൻ പറയുന്നു, അമ്മ പറയുന്നു, വീട്ടുകാർ പറയുന്നു, നാട്ടുകാർ ഒന്നും ഞാൻ ഇത്ര മാത്രമേ ചെയ്തുള്ളൂ. ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് സങ്കീർത്തനം 45. നീതി നിൻ്റെ ഭാഗത്താണ്, നിൻ്റെ വലത്തെ കൈ ഭീതി വിധിക്കട്ടെ, പൊയ്ക്കോളാൻ പറഞ്ഞു, മുന്നോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അന്ന് രാവിലെ തന്നെ ഞാൻ അതും കൊണ്ട് പോയതാണ്. ജനുവരി 9-ാം തീയതി തൊട്ടാണ് ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങുന്നത്. ആ മാസത്തിൽ തന്നെ എനിക്ക് കിട്ടാനുള്ള എല്ലാ പൈസകളും എനിക്ക് കിട്ടി. ഇതുപോലെ തന്നെ കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത്, ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പോയി കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. ആ ആക്സിഡൻറ്റിൽ നിന്ന് എയർ വാതിലാണ്, നമുക്കറിയാമല്ലോ ബസ്സിൽ അടയ്ക്കുന്ന വാതിൽ എയറിൻ്റെ വാതിലാണ്. അതിനകത്ത് പെട്ടുപോയാൽ പിന്നെ ഒടിഞ്ഞു പാഞ്ഞൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ കാല് അതിൽ എന്നെ ആരും പുറകിലേക്ക് വലിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ കാല് അതിൽ പോയി, പക്ഷേ ചെരുപ്പ് ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞിരിപ്പുണ്ട്. എൻ്റെ കാലിനൊന്നും പറ്റിയില്ല. ഇതുപോലെ തന്നെയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് കഴിഞ്ഞ് ഏറ്റുമാനൂർ അമ്പലത്തിനടുത്തെത്തിയപ്പോഴത്തേക്കും ഒരു ബസ് വന്ന് ഒരൊറ്റയിടി. ആ ബസ് വളഞ്ഞു വന്ന് എന്നെ ഇടിച്ചതാണ്. പക്ഷേ ആരും മുന്നിലേക്ക് തള്ളുന്ന പോലെ, ഈ 2 സ്ഥലങ്ങളിലും ഒന്ന് പുറകിലേക്ക് വലിക്കുന്ന പോലെയും ഒന്ന് മുന്നിലേക്ക് തള്ളുന്ന പോലെയാണ്. എനിക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അതുപോലെ എൻ്റെ കണ്ണിന് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. 6/6 ഇല്ലാതിരുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് ഇത്ര മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് സാക്ഷ്യം പറയാനായിട്ട് ഞാൻ എന്താ പറഞ്ഞതെന്നറിയോ? സാക്ഷ്യം പറയാണ്ട്
ഇനി ഞാൻ ഉടമ്പടി പുതുക്കിയില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ഈ അൾത്താരക്കകത്ത് ഞാൻ കയറില്ല എന്നാണ് പറഞ്ഞത്. കാരണം അത്രമാത്രം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വിശേഷ വിധിപ്രകാരം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ചെയ്തിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളോട് നിങ്ങൾ ജസ്റ്റ് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം. പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിൽ തുടങ്ങി തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര വരെയും ഓരോ നഗരസഭകളിലും ഞാൻ പോയിട്ടുണ്ട്, പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തമിഴ്നാട്ടിലെ ഒട്ടേറെ സ്ഥലങ്ങളിൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം പോയിട്ടുണ്ട്. ഓരോ ബസ്സുകളിലും ഞാൻ കയറി നിന്ന് അവിടെ ഇതുപോലെ സംസാരിക്കും, പ്രസംഗിക്കും. വചനത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു വചനമില്ലേ, പ്രസംഗിക്കുമെന്ന് ദൈവത്തിൻ്റെ അരുൾപ്പാട് എന്നതുപോലെ സംസാരിക്കുക. ഞാൻ ആ ഒരു പവറോട് കൂടിയിട്ടാണ് അവരോട് സംസാരിച്ചിട്ടുള്ളത്. ഒരുപാട് കാരുണ്യ പ്രവൃത്തികളും ഞാൻ ചെയ്തിട്ടുണ്ട്. അനാഥാലയങ്ങൾ, അഗതി മന്ദിരങ്ങളിൽ ഒക്കെ പോയിട്ട് എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ അവർക്കെല്ലാം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോർത്ത് പറവൂർ ബസ് സ്റ്റാൻഡിൽ കാരുണ്യ പ്രവൃത്തിയായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്തൊരു കാര്യമാണ് അവിടെ ഇതുപോലെ നിന്ന് പാട്ട് പാടിയിട്ടുള്ളത്. ഞാൻ ആദ്യം പാടിയതുപോലെ അവർ പ്രസംഗിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വന്നത്, ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ മറ്റുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടിയിട്ടൊക്കെ പാടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എനിക്ക് ഈ ചെറിയ സാഹചര്യങ്ങളിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വസ്ത്രങ്ങൾ കൊടുക്കാൻ തൃശ്ശൂർ വരെയും പോയിട്ടാണ് ഞാൻ വസ്ത്രങ്ങൾ ഓരോ സ്ഥലങ്ങളിലും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൂടാണ്ട് മറ്റൊരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന പോലെ സോഷ്യൽ ആപ്ലിക്കേഷനിലൊക്കെ ഞാൻ ആക്റ്റീവാണ്. അതുകൊണ്ട് ഇവിടുത്തെ ധ്യാനങ്ങൾ, അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ, അതുകൂടാതെ ഡെയിലി ബ്രെഡുകൾ, ഇതെല്ലാം ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് ക്രോപ്പ് ചെയ്തിട്ട് അതിനോട് ലിങ്ക് കോപ്പി ചെയ്തിട്ടാണ് ഞാൻ എല്ലായിടത്തും പോസ്റ്റ് ചെയ്തുകൊണ്ടത്. അല്ലെങ്കിൽ ചുമ്മാ എടുത്ത് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുകയല്ല ചെയ്തുകൊണ്ടിരുന്നത്. കാണട്ടെ, എന്നെ കളിയാക്കുന്നവരും വിമർശിക്കുന്നവരും ഒക്കെ കണ്ടിട്ട് പോകണമെങ്കിൽ പൊക്കോട്ടെ എന്ന് ഓർത്തു. അൺഫോളോ അടിക്കണമെങ്കിൽ അൺഫോളോ അടിച്ചോട്ടോ എന്ന് ഓർത്തു. എന്ത് പറഞ്ഞാലും ദൈവത്തിൻ്റെ കൃപയാലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാനിവിടെ കാല് കുത്തിയിട്ട് ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ രക്ഷപ്പെടില്ല എന്നു. അതിങ്ങനെ പറയാൻ കാരണം ഇനി അടുത്ത സാക്ഷ്യത്തിൽ ഞാൻ പറയാം. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 7-ാം വാക്യം. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അഭിജിത്ത് കൃഷ്ണൻ ചേർത്തല തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പറയുകയായിരുന്നു. ഈ മകൻ്റെ വാക്കുകളിൽ തന്നെ സാക്ഷി നമുക്ക് വ്യക്തമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ എപ്രകാരമാണ് ഈ മകൻ്റെ ജീവിതത്തിൽ ഉണ്ടായതെന്ന്. തൻ്റെ സെമസ്റ്റർ എക്സാമിൻ്റെ പ്രാക്ടിക്കൽ എക്സാമിന് എപ്രകാരം പഠിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ എൻജിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടിയിരുന്നാൽ ആ സമയത്തുണ്ടായിരുന്ന ശാരീരികമായ അസ്വസ്ഥതകളിലേക്ക് പുറത്തു നിന്നുകൊണ്ടാണ് ഈ എക്സാം എഴുതുവാനായിട്ട് ഈ മകൻ കടന്നു ചെല്ലുകയൊക്കെ ചെയ്തത്. എന്നാൽ പൂർണ്ണമായിട്ട് ഈ മകന് ആ ഒരു എക്സാം നല്ല രീതിയിൽ ചെയ്യുവാനും അത് കൂടുതൽ ബുദ്ധിമുട്ടായിരുന്നിട്ട് പോലും, അതായത് മറ്റുള്ള കുട്ടികൾക്ക് ലഭിക്കാത്ത ഒരു ക്വസ്റ്റ്യനാണ് എൻജിൻ എന്ന ഭാഗത്തെക്കുറിച്ച് കിട്ടുക. അത് പൂർണ്ണമായിട്ട് അവന് ചെയ്യുവാനായിട്ട് സാധിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ 10 വർഷത്തോളം ഉണ്ടായിരിക്കുന്ന തന്നയ്ക്ക് രോഗസൗഖ്യം, അതുതന്നെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഈ മകന് ഉടമ്പടി തൈലത്തോട് ചേർന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയപ്പോൾ അത് പൂർണ്ണമായിട്ടൊരു പൂർണ്ണ സൗഖ്യമായിട്ട് മാറുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഈ മകൻ്റെ കാരുണ്യ പ്രവൃത്തികളൊക്കെ വളരെയേറെ വ്യക്തമായിരുന്നു. പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ടു നടന്നുകൊണ്ടും പാട്ടുപാടിയും ദൈവത്തേക്ക് പുകഴ്ത്തിക്കൊണ്ട് ക്രിസ്തുവിന് വേണ്ടിയിട്ട് സാക്ഷിയായിട്ട് മരുടമ്പടിയെ തൻ്റെ ജീവിതത്തോട് പൂർണ്ണമായിട്ടും ജീവിച്ചു. ഈ മകൻ മുമ്പോട്ടുള്ള ജീവിതത്തിലും ഇനി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകനെ ഇനി ഉയർത്തട്ടെ എന്നും, ഒപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ നിയോഗങ്ങളിലും ആവശ്യങ്ങളും പരിശുദ്ധ അമ്മ നമ്മെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കുക.